ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. The Gospel according to Saint John, chapter 21, verses 15 to 19. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കാം എന്ന് അവൻ അവരോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ ആടുകളെ പാലിക്കാം എന്ന് അവൻ അവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, എൻ്റെ ആടുകളെ മേയിക്കാം. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതിനാൽ അവൻ ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് അവൻ സൂചിപ്പിച്ചു. ഇത് പറഞ്ഞിട്ട്, എന്നെ അനുഗമിക്കാം എന്ന് അവനോട് പറഞ്ഞു. ക്രിസ്തീയ ശുശ്രൂഷ ഒരു നിയോഗമാണ്, ഒരു തെരഞ്ഞെടുപ്പാണ്, ഒരു സമർപ്പണമാണ്, പങ്കുചേരലാണ്. ബീയിങ് ആൻ ഓർഡൈൻഡ് മിനിസ്റ്റർ ഈസ് ആൻ ഓണർ ആൻഡ് എ ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. ബഹുമാനപ്പെട്ട ജോബിൻ ജോസ് ഷമ്മാശൻ മലങ്കര മാർത്തോമ സുറിയാനി സഭയിലെ കശീശന്മാരുടെ ഗണത്തിലേക്ക് ഇന്ന് ചേർക്കപ്പെടുകയാണ്. ഈ വിശുദ്ധ സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന കശീശന്മാരിൽ ഒരുവൻ എന്ന നിലയിൽ കശീശന്മാരുടെ കൂട്ടായ്മയിലേക്ക് ബഹുമാനപ്പെട്ട ഷമ്മാശനെ ഈ സഭയിലെ കശീശന്മാർക്ക് വേണ്ടി പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഈ ഷമ്മാശനെ ഈ ശുശ്രൂഷയിലേക്ക് ഒരുക്കി സമർപ്പിച്ച വഡോദര ബഥേൽ മാർത്തോമ ഇടവകയിലെ അംഗങ്ങൾ, വിവിധ സമയങ്ങളിൽ ഈ ഇടവകയിൽ ശുശ്രൂഷ ചെയ്ത ഏറ്റവും ബഹുമാനമുള്ള പട്ടക്കാർ, ഈ ഷമ്മാശൻ്റെ മാതാപിതാക്കൾ ശ്രീ ജോസ് വർഗീസ്, ശ്രീമതി അന്നമ്മ ജോസ്, ഷമ്മാശൻ്റെ 2 സഹോദരിമാർ, അവരുടെ കുടുംബങ്ങൾ, ഈ ഇടവകയിലെ സൺഡേ സ്കൂൾ അധ്യാപകർ, ഷമ്മാശനെ സ്കൂളിലും കോളേജിലും ഒക്കെയായി പഠിപ്പിച്ച അധ്യാപകർ, ഈ ഷമ്മാശൻ പഠിച്ച വൈദിക സെമിനാരിയിലെ അധ്യാപകർ, ഇവരിലൂടെ എല്ലാം ലഭിച്ച പ്രചോദനം, ഇവയ്ക്കെല്ലാമായി ദൈവത്തിന് നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് കർത്താവിൻ്റെ ഈ പ്രിയ മകൻ ഇന്ന് പ്രവേശിക്കുമ്പോൾ ഇവരിലൂടെയെല്ലാം
വിവിധ സമയങ്ങളിലായി ലഭിച്ച പ്രാർത്ഥന, കരുതൽ, പ്രചോദനം, ഗുണദോഷം ഇവയെല്ലാം അദ്ദേഹത്തിന് മുതൽക്കൂട്ടാണ്. ക്രിസ്തു സഭയിലെ ശുശ്രൂഷയിൽ കലവറ സ്ഥാനിയാണ് കശീശ. കൂദാശകളുടെ നിർവഹണം, ദൈവജനത്തിൻ്റെ ഇടയ പരിപാലനം, ഇടവകകളുടെ ഭരണ നിർവഹണം, ദൈവവചനത്തിൻ്റെ കാലികമായ വ്യാഖ്യാനം, പഠിപ്പിക്കൽ ആദിയായ അതിപ്രധാനമായ ചുമതലകളിലേക്കാണ് ഒരു കശീശ സമർപ്പിക്കപ്പെടുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ അനുദിന നടത്തിപ്പിലാണ് ഈ ദൃശ്യ ചുമതലകൾ നിർവഹിക്കപ്പെടുന്നത്. ആയതിനാൽ ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദ കോൾ ആൻഡ് റോൾ ഓഫ് എ ക്രിസ്ത്യൻ മിനിസ്റ്റർ എന്ന വിഷയം സംബന്ധിച്ച് ചില ചിന്തകൾ ഒരുമിച്ച് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ദ കോൾ ആൻഡ് റോൾ ഓഫ് എ ക്രിസ്ത്യൻ മിനിസ്റ്റർ, ക്രിസ്തീയ ശുശ്രൂഷകരുടെ വിളിയും പങ്കാളിത്തവും. ഇന്ന് വായിച്ച വേദഭാഗം പുനരുത്ഥാനന്തര സംഭവങ്ങളുടെ വിവരണമാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലെ 20-21 അധ്യായങ്ങൾ പോസ്റ്റ് റിസറക്ഷൻ നറേറ്റീവ്സ് എന്ന് അറിയപ്പെടുന്നു. 21-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ അവരുടെ പരമ്പരാഗത തൊഴിലായിരുന്ന മത്സ്യബന്ധനത്തിൽ പങ്കെടുക്കുന്നതായി കാണുന്നുണ്ട്. ദ ഡിസൈപ്പിൾസ് ഔട്ട് ഫോർ ഫിഷിംഗ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് പീറ്റർ. ദ റിസൺ ലോർഡ് അപ്പിയർഡ് ടു ദം. After a full night toil and labor, when they found that the whole labor is in vain, they felt pity about them, very sad in their whole affair of engaging themselves in a work which they know already. In such a situation, the risen Lord appeared to them. He stood in front of them and now they started their own work with the leadership of Christ, the risen Lord. അവിടെ അവർ വലിയ അനുഗ്രഹം കണ്ടെത്തുന്നു. കർത്താവിൻ്റെ പ്രത്യേക നിയോഗത്തിൻ്റെ അനുസരണം അവരുടെ ജീവിതത്തിൻ്റെ വലിയ അനുഗ്രഹത്തിലേക്ക് നയിക്കപ്പെടുന്നു എന്ന് അവർ തിരിച്ചറിയുന്നു. അപ്പോൾ യേശു, ഉത്ഥിതനായ ക്രിസ്തു തന്നോടൊപ്പമുള്ള പന്തി ഭോജനത്തിലേക്ക് അവരെ ക്ഷണിക്കുന്നു. കം ആൻഡ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് മീ. ആ ഒരു വലിയ കൂട്ടായ്മയുടെ അനുഭവത്തിന് ശേഷം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗത്ത് കർത്താവ് ഈ ചെറിയ കൂട്ടം ശിഷ്യരുടെ നേതാവായ പത്രോസിനോട് ഒരു സംഭാഷണത്തിൽ, ഒരു ഡയലോഗിൽ ഏർപ്പെടുന്നു. പീറ്റേഴ്സ് ഡയലോഗ്
with the risen Lord. This is the experience of reconfirmation of Peter in ministry, recommissioning of him to continue in the ministry of the Lord, in the ministry of the kingdom of God. ഇവിടെ നാം കാണുന്ന ആദ്യത്തെ കാര്യം എ ഡിവൈൻ ഇന്റർവെൻഷൻ. ദൈവികമായ ഒരു ഉൾച്ചേരൽ, എ ഡിവൈൻ ഇന്റർവെൻഷൻ. The risen Lord intervenes in the personality and in the privacy of Peter. പത്രോസിന്റെ പ്രൈവറ്റ് സ്പേസിലേക്ക് ക്രിസ്തു വന്ന് ഇറങ്ങി അവനോട് ഇടപെടുന്നു. ഒരു ക്രിസ്തീയ ശുശ്രൂഷകന് പ്രൈവറ്റ് സ്പേസ്, തൻ്റേതായ ഇടം എന്നുള്ളത് വളരെ പരിമിതമാണ്. ഒരു ശുശ്രൂഷകന് വ്യക്തിപരമായ ഒരു സ്പേസ് ആവശ്യമാണ്. എങ്കിൽ പോലും അദ്ദേഹം എല്ലാവരുടെയും ആളാണ്. തൻ്റെ സമയം, തൻ്റെ കഴിവ്, തൻ്റെ ശുശ്രൂഷകൾ എല്ലാം ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഇടയ പരിപാലനത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. സഭയുടെ നിയോഗമനുസരിച്ച്, സഭയുടെ നാഥനായ ക്രിസ്തുവിൻ്റെ നിയോഗമനുസരിച്ച് അതത് സമയത്ത് ലഭിക്കുന്ന എല്ലാ ഉത്തരവുകൾ അനുസരിച്ച് പ്രവർത്തിക്കുവാൻ ബാധ്യസ്ഥരാണ്. കർത്താവ് അവനുമായി ഉള്ള സംഭാഷണത്തിൽ ചില ചോദ്യ ഉത്തരങ്ങൾ, വെല്ലുവിളികൾ, വളരെ ഹൃദയസ്പർശിയായ ചോദ്യങ്ങൾ, ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ശബ്ദം, ഒന്നുകൊണ്ടും വിസ്മരിക്കുവാനോ തിരസ്കരിക്കുവാനോ കഴിയാത്ത ശക്തിയുള്ള ശബ്ദം. ആത്മാർത്ഥതയോടെ അല്ലാതെ ഉത്തരം നൽകിയാൽ വളരെ കുറ്റബോധം ഉളവാക്കുന്ന ചോദ്യങ്ങൾ. നിനക്ക് ഓർമ്മയുണ്ടോ നിന്നെ ഞാൻ വിളിച്ച് എന്നോടൊപ്പം ശുശ്രൂഷയ്ക്കായി ചേർത്തത്? നീ ഇനി മത്സ്യബന്ധനത്തിന് പോകുന്നവനല്ല, ദൈവരാജ്യത്തിനു വേണ്ടി മനുഷ്യരെ പിടിക്കുന്നവനാകും എന്ന് ഞാൻ നിന്നോട് 3.5 വർഷം മുൻപ് പറഞ്ഞത് നീ ഓർക്കുന്നുണ്ടോ? എന്താണ് ഇന്ന് നിന്റെ മുൻഗണനകൾ? ഇപ്പോൾ നീ എവിടെയാണ്? എന്താണ് നിന്റെ അന്തരംഗത്തിലെ ചിന്തകൾ? ഓർക്കണം, 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനോട് ഒരേ വാക്കുകൾ, ഒരുപോലെയുള്ള വാക്കുകൾ പറഞ്ഞ് വളരെ ലാഘവ ബുദ്ധിയോടെ, പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ലാതെ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനോട് ഒരേ ചോദ്യം 3 പ്രാവശ്യം കർത്താവ് ആവർത്തിക്കുന്നു. എ വെരി സ്പെസിഫിക് and simple question, but a very intimate, personal question. Do you love me? നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? ഞാൻ 1987 പട്ടമേറ്റ് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചിട്ട് ആദ്യം
ചുമതലയേറ്റത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ വിവിധ ഇടവകകളിലാണ്. ഒരു ദിവസം രാവിലെ കണ്ണൂർ ഇമ്മാനുവേൽ ഇടവകയിൽ വിശുദ്ധ കുർബാനയ്ക്ക് ഞാൻ പള്ളിയിൽ ചെല്ലുമ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ സുവിശേഷ പ്രവർത്തനത്തിന് വന്ന ഓതറ മത്തായി ഉപദേശി അവിടെ നിൽക്കുന്നു. അച്ഛാ, ഞാൻ മത്തായി ഉപദേശി. അദ്ദേഹത്തിൻ്റെ ആകൃതിയും പ്രകൃതിയും ഒക്കെ കണ്ടാൽ തീർച്ചയായും പറയാതെ തന്നെ അത് മനസ്സിലാകും. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഉപദേശി ഇന്ന് പ്രസംഗിക്കുമല്ലോ. അദ്ദേഹം പ്രസംഗമധ്യേ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറഞ്ഞു. അദ്ദേഹം ഒരു സെൻട്രൽ ജയിൽ വിസിറ്റ് ചെയ്യുമ്പോൾ നക്സലൈറ്റുകാരുടെ കൂട്ടത്തിൽ പുൽപ്പള്ളി കേസിൽ പിടിക്കപ്പെട്ടിരുന്ന കുന്നിക്കൽ നാരായണൻ ജയിലിലുണ്ട്. ജയിലിൽ ചെന്ന് ഈ നാരായണനോട് സുവിശേഷം പറഞ്ഞു. നാരായണനോട് മത്തായി ഉപദേശി പറഞ്ഞു, നാരായണ, ക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നു. നിനക്ക് ക്രിസ്തുവിനോട് സ്നേഹമുണ്ടോ? നാരായണൻ പറഞ്ഞു, ഉപദേശി, എന്നോട് ഒരുപാട് പേര് ഇവിടെ വന്ന് ക്രിസ്തുവിന് എന്നോട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഉപദേശിക്ക് എന്നോട് സ്നേഹമുണ്ടോ? താങ്കൾക്ക് എന്നോട് സ്നേഹമുണ്ടോ? ഈ ചോദ്യം സുവിശേഷം പ്രസംഗിക്കുന്ന എല്ലാവരോടും ഉള്ള ചോദ്യമാണ്. ക്രിസ്തു നമ്മളോട് ചോദിക്കുന്നു, നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ എന്ന്. ഈ സ്നേഹത്തിൻ്റെ വിവരവും വിവരണവും നമ്മൾ ദൈവത്തിൻ്റെ ജനത്തോട് പറയുമ്പോൾ അവർ നമ്മളോട് ചോദിക്കും, അച്ഛാ, അച്ഛന് എന്നോട് സ്നേഹമുണ്ടോ? ഞങ്ങളോട് സ്നേഹമുണ്ടോ? ദൈവജനത്തോടുള്ള സ്നേഹത്തിലൂടെയാണ്, കരുതലിലൂടെയാണ്, ആർദ്രതയിലൂടെയാണ്, കരുണയിലൂടെയാണ് ദൈവത്തോടുള്ള സ്നേഹം, ക്രിസ്തുവിനോടുള്ള സ്നേഹം നമുക്ക് വെളിപ്പെടുത്തുവാനും പ്രകടമാക്കുവാനും സാധിക്കുന്നത്. അതുകൊണ്ട് എ റിയൽ ഇൻ്റർവെൻഷൻ ടു മേക്ക് ഹിം എ ന്യൂ പേഴ്സൺ, ടു ഗിവ് ഹിം എ ന്യൂ പേഴ്സണാലിറ്റി ആൻഡ് എ ന്യൂ കമ്മീഷൻ, ഇതാണ് ഇവിടെ നടക്കുന്ന ആദ്യത്തെ കാര്യം. 2, എ സെൽഫ് ഇൻട്രോസ്പെക്ഷൻ, ഒരു സ്വയം തിരിഞ്ഞു നോട്ടം, തൻ്റെ ഉള്ളിലേക്ക്, തൻ്റെ അകത്തേക്ക്, തന്നിലേക്ക് തന്നെ ഉള്ള ഒരു പരിശോധന. പീറ്റർ ലുക്സ് ഇൻടു ഹിംസെൽഫ്. He asked himself, what happened to me? What happened to me after I heard the divine call and joined with Jesus? Now, where am I? Especially at the time of crucifixion and the aftermath, what happened to me? Now he expresses his feelings in a gradual and progressive way. He responded to Christ in 3 different statements, saying, yes Lord, I love you. ഉവ്വ കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. യെസ് ലോർഡ്, യു നോ ദാറ്റ് ഐ ലവ് യു.
ഉവ്വ കർത്താവേ, നീ അറിയുന്നുവല്ലോ എനിക്ക് നിന്നോട് സ്നേഹമുണ്ടെന്ന്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, വിത്ത് എ ടോട്ടൽ കഥാർസിസ് ഓഫ് ഹിസ് മൈൻഡ്. അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കടന്നു പോകുന്ന എല്ലാ അനുഭവങ്ങളുടെയും പൂർണ്ണമായ ഒരു ശൂന്യമാക്കൽ അനുഭവത്തിലൂടെ അവൻ പറയുന്നു, ലോർഡ്, യു നോ എവ്രിതിങ്. കർത്താവേ, നീ സകലവും അറിയുന്നു. നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുന്നത് ഒന്നും ഇല്ല. എല്ലാം അറിയുന്ന ദൈവസന്നിധിയിലുള്ള പരിപൂർണമായ സമർപ്പണം, സ്വയം തിരിഞ്ഞു നോട്ടത്തിൻ്റെയും തിരുത്തലിൻ്റെയും ലക്ഷണം. നോട്ട് ജസ്റ്റ് എ സെൽഫ് ഇംപ്രൂവ്മെന്റ്, ബട്ട് എ ടോട്ടൽ ഇംപ്രൂവ്മെന്റ്, എ ടോട്ടൽ ട്രാൻസ്ഫർമേഷൻ. സകല പരാജയവും സമ്മതിക്കുന്നു, സകല തന്നിഷ്ടവും തിരുത്തുന്നു, മുഴുവൻ സ്നേഹവും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഏറ്റ് പറയുന്നു. ദൈവ ജനത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ വ്യവസ്ഥ കൂടാതെ സമർപ്പിക്കുന്നു. ഈ സമയത്ത് ലഭിക്കുന്ന കാര്യമാണ് മൂന്നാമത്തെ കാര്യം, an invitation to take up the task of the kingdom. ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയുടെ ചുമതല ഏറ്റെടുക്കുന്നതിനുള്ള ഒരു പ്രത്യേക ക്ഷണം. ഇതിനു മുൻപ് ഈ ക്ഷണം ലഭിച്ചു എന്ന് മാത്രമല്ല, സിസേറിയ ഫിലിപ്പൈ എന്ന സ്ഥലത്ത് വച്ച് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൽ നിന്ന് നാം വായിക്കുന്നത് പോലെ അവനോട് കർത്താവ് പറഞ്ഞതാണ്, ബറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ. നീ ഏറ്റുപറഞ്ഞ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിൽ ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അത്രേ നിനക്ക് വെളിപ്പെടുത്തി തന്നത്. അതുകൊണ്ട് ഐ ഹാൻഡ് ഓവർ ദ കീ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് ടു യു. ഞാൻ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നിന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞതാണ്. പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത അനുഗ്രഹമേറിയ ചുമതലകളിലേക്ക് അവനെ പ്രവേശിപ്പിച്ചതാണ്. എങ്കിലും ഇന്ന് വീണ്ടും അവനെ ഈ ചുമതല ഒന്നുകൂടെ ഭരമേൽപ്പിക്കുന്ന സന്ദർഭത്തിലേക്ക് വന്നിരിക്കുന്നു. കർത്താവ് അവനോട് പറയുന്നു, ഫീഡ് മൈ ഷീപ്പ്, എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കാം. ടെൻഡ് മൈ ഷീപ്പ്, എൻ്റെ ആടുകളെ പാലിക്കാം. ഫീഡ് മൈ ഷീപ്പ് എഗെയിൻ, എൻ്റെ ആടുകളെ മേയിക്കാം. അവസാനം 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നെ അനുഗമിക്കാം. ഫോളോ മീ. എ കോൾ ഫോർ the real role of translating his love for Christ towards the people of God. Translating the love of Christ to the people, translating his love to Christ to the people, expressing that in his love to the people of God. ഈ ഒരു വലിയ ശുശ്രൂഷയിലേക്ക് കർത്താവ് അവനെ ക്ഷണിക്കുന്നു. മിഷൻ ആൻഡ് മിനിസ്ട്രി ഓഫ് ദ ചർച്ച്. ഇത് ഈ വലിയ സ്നേഹ ശുശ്രൂഷയാണ്.
reconfirming Peter's apostolic and pastoral commissioning. A Christian minister is seen and accepted as the representative of the people and of the church in a particular locality. മലങ്കര മാർത്തോമ സുറിയാനി സഭ റെപ്രസെന്റേറ്ററി പ്രീസ്റ്റ്ഹുഡിൽ വിശ്വസിക്കുന്ന, പഠിപ്പിക്കുന്ന സഭയാണ്. ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളിൽ ഒരുവനായി വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു വ്യക്തി സഭയുടെയും ക്രിസ്തുവിൻ്റെയും നിയോഗം സ്വീകരിച്ച് പരിശുദ്ധാത്മപൂർണനായി ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ മുൻപിൽ ജനങ്ങളുടെ പ്രതിനിധിയായി ദൈവസന്നിധിയിൽ ചെയ്യുന്ന ശുശ്രൂഷ. One among the people of God, not a mediator between God and people. അത് മീഡിയേറ്ററി പ്രീസ്റ്റ്ഹുഡ് എന്നറിയപ്പെടും. എന്നാൽ ജനങ്ങളുടെ റെപ്രസെന്റേറ്റീവായി എപ്പോഴും നിൽക്കുന്ന വ്യക്തി, റെപ്രസെന്റേറ്ററി പ്രീസ്റ്റ്ഹുഡ്. A Christian minister is a channel of God's grace, an agent of grace of God to the people and for the people. Thus, an invitation for the well-being of the community. Finally, the integrity of the minister. The integrity of the minister. ഒരു ശുശ്രൂഷകന്റെ ജീവിത സമഗ്രത, അകവും പുറവും ഒരുപോലെ പൊരുത്തപ്പെടുന്ന അനുഭവം, വ്യക്തിത്വത്തിൻ്റെ സമഗ്രത, ചിന്തയും പ്രവർത്തനങ്ങളും വാക്കുകളും ശുശ്രൂഷയും ഒരുപോലെ പൊരുത്തപ്പെടുന്ന അനുഭവം, പ്രസംഗവും പ്രവർത്തനവും തമ്മിൽ വളരെ ഇഴയടുപ്പമുള്ള യാതൊരു വ്യത്യാസവുമില്ലാത്ത ശുശ്രൂഷയുടെ അനുഭവം. ട്രാൻസ്പെറൻസി ഓഫ് ദ പേഴ്സൺ, ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ദ പേഴ്സൺ. നോട്ട് എ സക്സസ്ഫുൾ മിനിസ്റ്റർ ബട്ട് എ ഫെയ്ത്ത്ഫുൾ മിനിസ്റ്റർ. വിജയിയാകുവാൻ ഏതെങ്കിലും ചില പരിശീലനങ്ങളിലൂടെയും വളരെ ഗാഢമായ വളരെ അക്ഷീണമായ പ്രവർത്തനത്തിലൂടെ ചില കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ ആർക്കും കഴിയും. എന്നാൽ വിശ്വസ്തരായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിജയിച്ചില്ലെങ്കിലും വിശ്വസ്തത പുലർത്തുവാൻ സാധിക്കുന്നതാണ് ഒരു ക്രിസ്തീയ ശുശ്രൂഷകന്റെ ഇൻറ്റഗ്രിറ്റി എന്നുള്ളത്. കോഇൻസിഡൻസ് ഓഫ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഓഫ് വൺസ് പേഴ്സണാലിറ്റി. ഓണസ്റ്റി, അപ്രൈറ്റ്നെസ്, പ്യൂരിറ്റി ഓഫ് മൈൻഡ് ആൻഡ് തോട്ട്സ്. ഇത് എല്ലാവരും, എല്ലാ ശുശ്രൂഷകരും വളരെ കൃത്യതയോടെ സ്വന്തം അനുഭവമായി സ്വീകരിച്ച് പിന്തുടരേണ്ടതായ കാര്യങ്ങളാണ്. ഇൻറ്റഗ്രിറ്റി ടു ക്രൈസ്റ്റ് ത്രൂ obedience and faithfulness to Christ. Integrity to the people through sincerity and trueness to them. Integrity of love and compassion. സ്നേഹം, കരുണ, ആർദ്രത എന്നീ അനുഭവങ്ങളിലൂടെ ആർജിച്ചെടുക്കുന്നു എന്ന് പറയുന്നില്ല, മറിച്ച് ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്ന
അനുഗ്രഹമേറിയ അനുഭവം. ഇൻറ്റഗ്രിറ്റി ഫോർ ഓവർകമ്മിങ് ടെംപ്റ്റേഷൻസ് ഇൻ ലൈഫ്. എല്ലാവർക്കും ടെംപ്റ്റേഷൻസ് ഉണ്ട്, വിവിധ തരത്തിലുള്ള ടെംപ്റ്റേഷൻസ് ഉണ്ട്. പല കാരണങ്ങളാൽ ക്രിസ്തു സഭയിലെ ചുരുക്കം ചില ശുശ്രൂഷകരെങ്കിലും ആരോപണ വിധേയരായും ശിക്ഷാർഹരായും ഒക്കെ നിൽക്കുന്ന പശ്ചാത്തലം ഇന്നുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നാം എങ്ങനെ ഈ തരത്തിലുള്ള പ്രലോഭനങ്ങളെ അതിജീവിക്കത്തക്കവണ്ണമുള്ള നമ്മുടെ വ്യക്തിത്വ സമർപ്പണവും സമഗ്രതയും നമുക്കുണ്ടാകണം എന്നുള്ളത് ശുശ്രൂഷകർ എന്നും ഓർക്കേണ്ടതായ കാര്യമാണ്. വളരെ ജാഗ്രത പുലർത്തേണ്ടതായിട്ട് ഉണ്ട്. ധനവിനിയോഗത്തിലെ സത്യസന്ധത, ചുമതല നിർവഹണത്തിലെ കൃത്യത, ശുശ്രൂഷയിലെ ആർദ്രത, ഒരുക്കം, സഭയോടും ദൈവത്തോടും ജനങ്ങളോടുമുള്ള കൂറ്, സ്വഭാവത്തിലെയും പെരുമാറ്റത്തിലെയും ആഢ്യതയും നിഷ്കളങ്കതയും, ദൈവവചന പഠനത്തിലും പ്രാർത്ഥനയിലുമുള്ള ഇടമുറിയാത്ത നിഷ്ഠ, പ്രാർത്ഥനാനിരതമായ ജീവിതം, ഒരുക്കം, ശുശ്രൂഷകളിൽ പ്രത്യേകിച്ച് കൂദാശകളുടെ അനുഷ്ഠാനത്തിൽ നിർവഹിക്കുന്ന പ്രത്യേകമായ സമർപ്പണവും ഒരുക്കവും, നിരന്തരമായി ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ഗ്രഹിക്കുകയും അത് ഉപദേശിക്കുകയും ചെയ്യുന്ന അനുഭവം, അവിടെയുള്ള സമഗ്രമായ സമർപ്പണം. ഒരു പട്ടക്കാരൻ്റെ കുടുംബജീവിതം, അവിടെ പുലർത്തുന്ന മാന്യത, മാതൃക, ഇതെല്ലാം ഈ സമഗ്രതയുടെ, വ്യക്തിത്വ സമഗ്രതയുടെ, ഇൻറ്റഗ്രിറ്റിയുടെ ഭാഗമാണ്. പട്ടക്കാരൻ്റെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ അതിൽ പങ്കുചേരേണ്ടവരാണ്. ഇപ്രകാരമുള്ള വലിയ അനുഗ്രഹമുള്ള അനുഭവത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജോബിൻ ജോസ് ഷമ്മാശൻ ഇന്ന് പരിശുദ്ധാത്മ നിറവിൽ അഭിവന്യ തിരുമേനിയുടെ കൈവപ്പോടുകൂടെ പരിശുദ്ധ സഭയിലെ കശീശയായി പട്ടം കെട്ടപ്പെടുകയാണ്. ഈ വലിയ ശുശ്രൂഷയ്ക്ക് നിയോഗിതനായിരിക്കുന്ന കർത്താവിൻ്റെ പ്രിയപ്പെട്ട മകന് കൃപയോടെ, സമർപ്പണത്തോടെ, സന്തോഷത്തോടെ, നിരന്തരമായ മാതൃകയോടെ ഈ വലിയ അനുഭവത്തിൽ പ്രവേശിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ പ്രാർത്ഥിക്കുകയും നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. നമ്മൾ നിരന്തരമായി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ വലിയ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ഈ പ്രിയപ്പെട്ട മകനെ ശക്തിപ്പെടുത്തട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം.